ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നിങ്ങൾക്കറിയാം, നമ്മൾ 1000 ഡേയ്സ് സ്റ്റഡി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഇന്നിപ്പോൾ 16 ദിവസമായി. കഴിഞ്ഞ 15 ദിവസങ്ങളായിട്ട് നമ്മൾ GK പോർഷനിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, SCERT ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങൾ, അവയുടെയൊക്കെ കണക്റ്റിംഗ് ഫാക്ട്സ് ഇവ പഠിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന പഠിച്ചു, അതുപോലെ തന്നെ ദുരന്ത നിവാരണം, ജനാധിപത്യം പഠിച്ചു. അങ്ങനെ കുറച്ച് മേഖലകൾ വീതം പഠിച്ച് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ്. ആദ്യ 2 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് 1000 ദിവസവും കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുമോ എന്നെനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയൊക്കെ മാറി. ആദ്യ ദിവസങ്ങളിൽ 60ഉം 70ഉം 90ഉം പേരാണ് വീഡിയോ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഡെയിലി 300 പേര് വരെ ആ വീഡിയോ കാണാൻ തുടങ്ങി. അപ്പോൾ ഇത് 100% നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് തുടരാം. റോഡ് ശൃംഖല. നമുക്കറിയാം, ഗതാഗതം നമുക്കൊരു ടോപ്പിക്കുള്ളതാണ്. റോഡ് ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 2ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. റോഡ് ശൃംഖലയിൽ 1ാം സ്ഥാനം അമേരിക്കയ്ക്കാണ്. അവിടെ 65,86,610 കിലോമീറ്ററാണ് റോഡ് ശൃംഖല. ഇന്ത്യയിലാവട്ടെ 46,99,024. 3ാം സ്ഥാനം ചൈനയ്ക്കാണ്. അപ്പോൾ റോഡ് ശൃംഖലയുടെ വലിപ്പത്തിൽ 1ാം സ്ഥാനം അമേരിക്ക, 2012 സെൻസസ് അനുസരിച്ച് 2ാം സ്ഥാനം ഇന്ത്യ, 3ാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ച വർഷം 1911. ഇന്ത്യയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ വിമാന കമ്പനി ഇംപീരിയൽ എയർവേസ്. ദേശീയാടിസ്ഥാനത്തിൽ സർവീസ് നടത്തിയ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് 1990. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റ. അത് നല്ലൊരു ചോദ്യമാണ്, സാധ്യതയുള്ള ചോദ്യവുമാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്ന തീരപ്രദേശം. പൂർവ തീരപ്രദേശം അഥവാ കിഴക്കൻ തീരപ്രദേശം. ഇന്ത്യൻ തീരപ്രദേശത്തെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു: കിഴക്കൻ തീരപ്രദേശവും പടിഞ്ഞാറൻ തീരപ്രദേശവും. മഹാനദി ഗോദാവരി, കൃഷ്ണ ഈ നദികൾ ചേർന്ന് കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റകൾ രൂപപ്പെടുത്തുന്നു. എക്കൽ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതും ഡെൽറ്റകളാൽ സമ്പുഷ്ടമായതുമാണ് കിഴക്കൻ തീരപ്രദേശം. കിഴക്കൻ തീരപ്രദേശത്തെ വീണ്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്: കൊറമാണ്ടൽ തീരം, വടക്കൻ സിർക്കാസ്. ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്ന പേര് ഉത്കൽ തീരപ്രദേശം. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ തീരസമതലം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലമാകട്ടെ ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിങ്ങനെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ ഏരിയ ഒക്കെ ശ്രദ്ധയോടെ നോക്കണം, ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്. കിഴക്കൻ തീരസമതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിശാഖപട്ടണം. കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. അപ്പോൾ കിഴക്കൻ തീരസമതലം എന്ന് വെച്ചാൽ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിൽ, പടിഞ്ഞാറൻ സമതലമാകട്ടെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ. പശ്ചിമ തീരത്തെക്കുറിച്ച് അഥവാ പടിഞ്ഞാറൻ തീരത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. ഇവിടെ രണ്ടും ശരിയാണ്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് ഇന്ത്യയുടെ പശ്ചിമ തീരപ്രദേശം. കായലുകളും
അഴിമുഖങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളാണ്. കിഴക്കൻ തീരത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു. ഡെൽറ്റകൾ. പടിഞ്ഞാറൻ തീര സമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായ മുംബൈ പോർട്ട് കൊങ്കൺ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ലഗൂണുകൾ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശത്താണ്. പടിഞ്ഞാറൻ തീരത്തിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. കിഴക്കൻ തീരപ്രദേശത്ത് രണ്ടായിട്ട് വിഭജിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. കൊറമാണ്ടൽ തീരവും വടക്കൻ സിർക്കാസും. ഇന്ത്യയിലെ ആദ്യ പൊതുമേഖല ഇരുമ്പുരുക്ക് കമ്പനി. ടിസ്കോ അല്ല, IISCO. IISCO പശ്ചിമ ബംഗാൾ. ടാറ്റ ടിസ്കോ ജാർഖണ്ഡ്. വിശ്വേശ്വരയ്യ കർണാടക. വിജയനഗർ കർണാടക. ടാറ്റ ഇരുമ്പുരുക്കുശാല ഒഡീഷയിലെ കലീംനഗർ. തൈദാരി പാരദ്വീപ് ഒഡീഷ. സേലം, അത് പിന്നെ പേരുകൊണ്ട് നമുക്കറിയാം, തമിഴ്നാട്. ഇവയിൽ പാരമ്പര്യ ഇതര ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഇതരമാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സാണ് പാരമ്പര്യ ഊർജ സ്രോതസ്. ഫോസിൽ ഇന്ധനങ്ങളാണ് ഉദാഹരണം. ജൈവ അവശിഷ്ടങ്ങൾ ഭൂമിക്കടിയിൽ അനേക വർഷങ്ങളിലെ മാറ്റങ്ങളിലൂടെ രൂപം കൊണ്ട ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. പാരമ്പര്യ ഇതരം എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായി അല്ലാതെ അടുത്ത കാലത്തായി ഉപയോഗിക്കാൻ തുടങ്ങിയ ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഇതരം. ഉദാഹരണം സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം. അടുത്ത ചോദ്യം, ഭദ്രാവതി ഇരുമ്പുരുക്കുശാല എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുമ്പുരുക്കുശാല ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. അതിൻ്റെ മറ്റൊരു പേര് എന്ന് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം, ഭദ്രാവതി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ പ്ലാന്റാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ഇത് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിലെ 19ാമത്തെ ദിവാനും സിവിൽ എഞ്ചിനീയറുമായിരുന്ന M. വിശ്വേശ്വരയ്യയാണ് 1923 ജനുവരി 18 മൈസൂർ അയൺ വർക്ക്സ് എന്ന പേരിൽ ഇത് ആരംഭിച്ചത്. 1989 മുതൽ സെയിൽ അഥവാ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ അധികാരപരിധിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഇരുമ്പയിര് സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശത്തെ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായിട്ടാണ് ഇരുമ്പയിര് ഖനികൾ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 95% ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പ് അയിര് നിക്ഷേപം ഇന്ത്യയിലാണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ഇവയാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന 2 പ്രധാന ഇരുമ്പ് അയിരുകൾ. നമ്മൾ അയിരുകൾ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ. ഉയർന്ന ഗുണമേന്മ കൊണ്ട് ഇവയ്ക്ക് രാജ്യാന്തര വിപണിയിൽ വളരെ കൂടുതൽ ആവശ്യമാണ്. ഒഡീഷയിലെ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ എന്നിവിടങ്ങളിലെ മലനിരകളിലാണ് ഇരുമ്പയിര് കാണപ്പെടുന്നത്. ഗുരു മഹിസാനി, സുലൈപേട്ട്, ബദംപഹർ, കിറുബുറു, ബോണായി ഇവിടെയൊക്കെ ഒഡീഷയിലെ ഇരുമ്പയിര് കാണപ്പെടുന്ന സ്ഥലങ്ങളാണ്. കർണാടകയിൽ ബെല്ലാരി ജില്ലയിലെ സന്തൂർ ഹോസ്പട്ട്, ചിക്കമംഗ്ലൂർ ജില്ലയിലെ ബാബാബുദൻ, കുദ്രേമുഖ്, ഷിമോഗ നമ്മൾ മറക്കില്ല, അർജുൻ, ചിത്രദുർഗ, തുങ്കുർ ജില്ലകളിൽ ഇത് ഇരുമ്പയിര് കാണപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ ചന്ദ്രപൂർ, ബന്ധാര, രത്നഗിരി. ആന്ധ്രാപ്രദേശിൽ കരീംനഗർ, വാരങ്കൽ, കർണൂൽ. തമിഴ്നാട്ടിലെ സേലം, നീലഗിരി. കൽക്കരിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്?
2ഉം 3ഉം തെറ്റാണ്. ഒന്നാമത്തത് ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. അത് ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി ബിറ്റുമിനസ് ആണ്. ഇവിടെ ലിഗ്നൈറ്റ് എന്ന് തന്നിട്ടുണ്ട്, അത് തെറ്റാണ്. ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതൽ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയാണ്, ജാർഖണ്ഡ് അല്ല. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റുമിനസ്, ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതൽ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലി. ഇന്ത്യയിലെ പ്രധാന വ്യവസായ ഇന്ധനമാണ് കൽക്കരി. പ്രധാന കൽക്കരി ഉൽപ്പാദന സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. പ്രസ്താവനകൾ വായിക്കുക, ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. റോഡ്, റെയിൽ, വ്യോമഗതാഗതം ഈ മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സ് പെട്രോളിയമാണ്. ഉത്തർപ്രദേശിലല്ല ദിഗ്ബോയി, ആസാമിലാണ് ദിഗ്ബോയി. അപ്പോൾ അത് തെറ്റാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതി വാതകം. അവിടെ തെറ്റ്. ദിഗ്ബോയി ആസാമിലാണ്. ഇവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകളുടെ മുഖ്യ ഊർജ്ജ സ്രോതസ്സ് പെട്രോളിയമാണ്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനം കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാര്, വാസലിൻ തുടങ്ങിയവ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ വേർതിരിക്കുന്നു. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ചിലയിടങ്ങളിൽ പ്രകൃതി വാതക നിക്ഷേപങ്ങൾ മാത്രമായിട്ടും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായ വർഷം 1818. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും 2 വരിയായിട്ട് കുറിച്ചിടാൻ ശ്രമിക്കുക. മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 1000 ദിവസം ഒന്നിച്ച് LD ക്ലർക്കിലേക്ക്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.